എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അധ്യായം 19 ഇന്ന് ആരംഭിക്കണം. ഈ 19ാമത്തെ ഈ അധ്യായം ഒരു ചെറിയ അധ്യായം, 16 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ്. ഇതില് ഭഗവാന്റെ ദാവാഗ്നിപാനം ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടായി, കാളിമർദ്ദനം കഴിഞ്ഞിട്ട്. ഇതിപ്പോ രണ്ടാമത്തെ ഒരു ദാവാഗ്നിപാനത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കണു. ഒരു ദിവസം കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോ പശുക്കള് നല്ല പുല്ല് നോക്കി ഇങ്ങനെ തിന്നുകൊണ്ട് വളരെ ദൂരത്തേക്ക് പോയി. ഈ വൃന്ദാവനത്തിലെ ആ കാട്ടില് പെടാത്ത വേറൊരു കാട്, ഇഷികാടവി എന്നൊരു കാട്ടിലിട്ടു. വൃന്ദാവനത്തില് പറഞ്ഞുല്ലോ എപ്പോഴും വസന്തം പോലെയാണെന്ന്, പക്ഷെ അവിടെ അങ്ങനെ ആയിരുന്നില്ല. അതുപോലത്തെ വേറൊരു കാടായിരുന്നു. പുൽക്കൂട്ടങ്ങൾ അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് അവിടെ, പച്ചപ്പുല്ലൊന്നുമില്ല. അങ്ങനെ അവര് തിന്ന് 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 അങ്ങനെ ഭഗവാനിൽ നിന്ന് അങ്ങോട്ട് ദൂരെ അങ്ങോട്ട് പോയി കുറെ. അതാണ് പറ്റിപ്പോയത്. അങ്ങനെ ആ കാട്ടിലങ്ങോട്ട് പെട്ടു. ഈ പശുക്കള് പുറത്തേക്കുള്ള വഴി അറിയാണ്ട് വിഷമിച്ച് ദാഹിച്ചു തളർന്നു. അവര് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പൊ പശുക്കളുടെ ശബ്ദം കേട്ടിട്ട് ഗോപന്മാര് പശുക്കളെ അന്വേഷിച്ച് അവിടെ എത്തി. അങ്ങനെ അവർക്കും വഴി അറിയാതെ അവരും കുഴങ്ങി. പെട്ടെന്നതാ ഒരു കാട്ടുതീയെ ചുറ്റുപാടും അങ്ങോട്ട് കത്തി ജ്വലിച്ച് അങ്ങോട്ട് വ്യാപിച്ചു. ഇത് കണ്ടപ്പോ ഗോപന്മാരും ഭയപ്പെട്ട് ഉച്ചത്തില് ഭഗവാനെ വിളിച്ച് അങ്ങോട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണ രാമ, ഭഗവാനെ നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഉറക്കെ കരയണത്. ഭഗവാൻ അത് മനസ്സിലാക്കി. ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ അവരോട് ഉച്ചത്തില് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഭഗവാൻ ഇവിടെ നിൽക്കണം, വേറെ കാട്ടിലല്ലേ, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, എല്ലാവരും കണ്ണടച്ചോളിൻ എന്ന് പറഞ്ഞു. ഭഗവാന്റെ വാക്ക് വിശ്വസിച്ച് അവരെല്ലാവരും കണ്ണടച്ച് നിന്നു. ആ പശുക്കളും കൂടി കണ്ണടച്ചു നിന്നു എന്നാ പറഞ്ഞു. ഇത് കേട്ടപ്പോ അവർക്കും കൂടി മനസ്സിലായി. അവര് ഭഗവാന് തന്നെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ചു. കണ്ണു വിളിച്ചു. യോഗശക്തി കൊണ്ട് ഭഗവാൻ ആ അഗ്നിയെ പാനം ചെയ്തു. ഗോപന്മാര് കണ്ണു വിളിച്ചു നോക്കുമ്പോ എന്താ, കാട്ടുതീയോ പുഞ്ചാടവിയോ ഒന്നുമില്ല. അവര് അതിനു മുമ്പ് കളിച്ചോണ്ട് നിന്നിരുന്ന ആ പാണ്ഡീരക വൃക്ഷത്തിന്റെ ചുവട്ടില് ഭഗവാനോട് ഒന്നിച്ചിങ്ങനെ നിൽക്കുന്നു. തിരിച്ചുകൊണ്ട് കൃഷ്ണനും രാമനും അടുത്ത് നിൽക്കുന്നു. അങ്ങനെ കാട്ടുതീയിൽ നിന്നും ഇങ്ങനെ രക്ഷിച്ച ശ്രീകൃഷ്ണൻ ദേവന്മാരാരെങ്കിലും ആയിരിക്കും, അപ്പോൾ ഈശ്വരനാണെന്നല്ല അവര് വിചാരിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഭഗവാൻ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണൻ കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു എന്നൊക്കെയുള്ള ആ കഥ ഗോപന്മാര് അവരെല്ലാം അമ്മമാരോട് ധരിച്ചു പറഞ്ഞു. അവരെല്ലാം അവർക്കൊക്കെ അത്ഭുതമായി. അവർക്ക് എല്ലാവർക്കും ശ്രീകൃഷ്ണനിൽ കൂടുതൽ ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടായി. ഗോപികളോ ഇത് കേട്ട് പരമാനന്ദ നിർവൃതകളായി എന്ന് പറയും. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ഏകോനവിംശോധ്യായ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായം തിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമ. സംസരസ്വത്യേ നമ. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. ക്രീഡാസക്തേഷു ഗോപേഷു തദ്ഗാവോ ദൂരചാരിണീ സ്വൈരം ചരന്ത്യോ വിവൃഷു തൃണലോഭേന ഗഹ്വരം. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഗോപന്മാര് കളിച്ചുകൊണ്ടിരുന്നപ്പോ ആ പശുക്കളെ
നോക്കാൻ അവർ മറന്നു. കളികളിലങ്ങോട്ട് മുഴുകി. പശുക്കള് പുല്ല് തിന്ന് അങ്ങനെ ദൂരത്തില് സഞ്ചരിച്ച് പുല്ല് അധികമുള്ള ദിക്കില് മേഞ്ഞുകൊണ്ട് കടക്കാൻ കഴിയാത്ത വനത്തിനുള്ളിൽ കടന്നുകൂടി. അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും പോവാൻ വെച്ചാ വൃന്ദാവനത്തിൽ നിന്ന് വേറിട്ടൊരു വനമാണ്. ആ വനത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു. അജാഗാവോ മഹിഷ്യശ്ച നിർവിശന്ത്യോ വനാദ്വനം ഇഷികാടവിം നിർവിവിശു ക്രന്ദന്ത്യോ ദാവദർശിതാഹ. പശുക്കള് മാത്രല്ല, ആടുകളും എരുമകളും അവരൊക്കെ ഉണ്ട്. മുഴുവനും കാട് തോറും സഞ്ചരിച്ച് അത്യുഷ്ണ നിമിത്തം വെള്ളം കുടിക്കാൻ കിട്ടാതെ നിലവിളിച്ചുകൊണ്ട് ഒരു മുഞ്ചക്കാട്ടിൽ പ്രവേശിച്ചു. അവിടെ എങ്ങനെയാ വെച്ചാൽ വളരെ ഉയരത്തില് ഭയങ്കര പൊക്കത്തിലുള്ള പുല്ല് ആണ് അവിടെ നിൽക്കുന്നത്. അതിനെ ആ മുഞ്ച പുല്ല് എന്നാ പറയണത്. അപ്പൊ അതിന് മുഞ്ചാടവി എന്ന് പേര്. ഇഷികാടവി എന്ന് പറയും, മുഞ്ചാടവി. ആ മുഞ്ഞപ്പുല്ല് എന്ന് പറയില്ലേ, അതന്നെ അതായിരിക്കും. വലിയ പുല്ല് അതിങ്ങനെ ഉണങ്ങി നിൽക്കുക. അതിന്റെ ഉള്ളിലേക്കാണ് ഇവര് ചെന്നത്. അത് മാത്രമേ ഉള്ളൂ അവിടെ, ഉണങ്ങി വരണ്ട് നിൽക്കുന്ന പുല്ലുകൾ. തേ അപശ്യന്ത പശൂൻ ഗോപാഹ കൃഷ്ണരാമാദയസ്തദാ ജാതാനുതാപാനവിദു വിചിന്വന്തോ ഗവാം ഗതിം. ഗോപന്മാര് കുറെ നേരം കളിച്ചു കഴിഞ്ഞു പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു. നോക്കിയപ്പോ പശുക്കളെ എവിടെയാ, കാണാനില്ല. അയ്യോ കഷ്ടം, ഇത്ര നേരം പശുക്കളെ നോക്കാതെ നമ്മൾ കളിച്ചൂലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വല്ലാത്ത വിഷമായി. അങ്ങനെ പശ്ചാത്താപത്തോടെ അവര് തെരഞ്ഞുകൊണ്ട് പുറപ്പെട്ടു. എല്ലാരും കൂടി എവിടെയാണാവോ അവരുടെ പേരൊക്കെ ഉറക്ക വിളിച്ചുകൊണ്ട് അന്വേഷിച്ചു നടക്കുക ഓരോരുത്തരും. അവര് കൃഷ്ണനും രാമനും മനസ്സിലായി ഇവരെ അങ്ങോട്ട് കടന്നു എന്നുള്ളത്. അവര് തിരയാൻ പോയില്ല, അവർക്ക് മനസ്സിലായി. എന്തായാലും സർവജ്ഞന്മാരാണല്ലോ. അപ്പൊ അവര് ഇവരുടെ കൂട്ടത്തിൽ തിരയാൻ വേണ്ടിയിട്ട് പോയില്ല. അങ്ങനെ അവിടെ തന്നെ നിന്നു. മറ്റുള്ള ഗോപന്മാര് പശുക്കള് പോയ വഴി കണ്ടുപിടിക്കാൻ വളരെ തെരഞ്ഞു. അവരെ അവിടെ മുഴുവൻ വൃന്ദാവനത്തില് കാട്ടില് മുഴുവൻ തെരഞ്ഞു, കണ്ടില്ല. തൃണൈസ്തൽ ഖുരദച്ഛിന്നൈ ഗോഷ്പദൈ അങ്കിതൈർഗവാം മാർഗമന്വഗമൻ സർവേ നഷ്ടാജീവ്യ വിചേതസ. നമ്മളുടെ ജീവധനം, അവരുടെ ജീവധനം എന്താ, പശുക്കളാണ് അല്ലെ. ആ പശുക്കളെ കാണാത്തത് കൊണ്ട് അത്യന്തം വ്യസനിച്ച ഗോപന്മാര് കാടുകളിൽ സൂക്ഷിച്ചു നോക്കിയപ്പോ പശുക്കളുടെ പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ചതും കുളമ്പടികൾ കൊണ്ട് പതിഞ്ഞതുമായ ആ പുല്ലുകള് അവിടെ ഇങ്ങനെ ഭൂമിയിൽ പതിഞ്ഞു. നോക്കി പശുക്കളുടെ കുളമ്പടികളൊക്കെ അവർ കണ്ടു. അങ്ങനെ അതിനെ അടയാളമായിട്ട് തെരഞ്ഞു പിടിച്ചുകൊണ്ട് പശുക്കള് പോയ വഴി അവരിങ്ങനെ നടന്നു അന്വേഷിച്ചു. അപ്പോഴാണ് അവര് ആ മുഞ്ചാടവിയില് എത്തി. ഗോപന്മാര് മുഞ്ചാടവ്യാം ഭ്രഷ്ടമാർഗം ക്രന്ദമാനം സ്വഗോധനം സംപ്രാപ്യ തൃഷിതാശ്രാന്ത തതസ്തേ സന്യവർത്തയൻ. അങ്ങനെ ഗോപന്മാരും ക്രമേണ ആ മുഞ്ചക്കാട്ടിലെത്തി. അവിടെ പശുക്കള് നിൽക്കണത് കണ്ടു. അവിടെ നിന്ന് എങ്ങടെ പോവാ, തരമില്ലാതെ അവർക്ക് വഴി അറിയാതെ അവര് ഇവരെ കണ്ടപ്പോ ഒന്നും കൂടി ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി പശുക്കള്. ആ ഗ്രീഷ്മകാലത്തിലെ വെയിലേറ്റിട്ട് അവരിങ്ങനെ ദാഹവും ക്ഷീണമായിട്ട് ഇങ്ങനെ കുറേ വഴി നടന്നൂലോ. പശുക്കളെ ക്ഷീണിച്ചു നിൽക്കണു. ഗോപന്മാരും അതെ, അല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചു. അവർക്കും വളരെ ദാഹവും. പറഞ്ഞില്ലേ, ഭഗവാനിൽ നിന്നും കുറെ ദൂരം പോയി അവര്. അവിടെ വൃന്ദാവനം പോലെയല്ല, വസന്തമല്ല. തങ്ങളുടെ ജീവധനമായിരിക്കുന്ന പശുക്കൂട്ടത്തെ അവിടെ നിന്ന് അവര് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടപ്പോ ആഹൂതാ ഭഗവതാ മേഘഗംഭീരയാ ഗിര സ്വനാം നിനദം ശ്രുത്വാ പ്രതിനേതു പ്രഹർഷിത. ഭഗവാനും ഗോപന്മാരുടെ പിന്നാലെ ഇങ്ങനെ കുറച്ച് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഇടിവെട്ടുന്നത് പോലെ ഉച്ചത്തിൽ ഉറക്കെ ഓരോ പശുക്കളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ വിളിച്ചു കൃഷ്ണൻ. അപ്പൊ ദാഹിച്ചിങ്ങനെ വെള്ളം കുടിക്കാൻ ധൃതിയായിട്ട് നിൽക്കുമ്പോ മഴക്കാലത്തെ ഇടിശബ്ദം കേട്ടാ എങ്ങനെ ഉണ്ടാവും, സന്തോഷിക്കുന്നത് പോലെ ഭഗവാൻ തങ്ങളുടെ പേര് പറഞ്ഞു വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ പശുക്കള് പാവങ്ങള് അത്യന്തം സന്തോഷിച്ച് മറുപടി പറയുന്നത് പോലെ പ്രതിശബ്ദം പുറപ്പെടുവിച്ചു എന്ന് പറയണവര്. ഭഗവാന്റെ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോ അവരുടെ ഉള്ളിലത്തെ സന്തോഷം കൊണ്ട് വേ എന്ന് പറഞ്ഞിട്ട് ശബ്ദം അവരും പുറപ്പെടുവിച്ചു. തതസ്സമന്ത
താൽ വനധൂമകേതു യദൃച്ഛയാ ഭൂൽക്ഷയകൃൽ വനൗകസാം സമീരിത സാരഥിനോൽപണോൽമുഖേ വിലേലിഹാന സ്ഥിരജംഗമാൻ മഹാൻ. അങ്ങനെ പശുക്കളെ എല്ലാം ഒന്നിച്ചു ചേർത്ത് വനത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്ക് ഇവരെല്ലാവരും കൂടി നമുക്ക് പോവാ, ഭഗവാനതാ കൃഷ്ണൻ അവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആട്ടിത്തെളിച്ച് പശുക്കളെ ഗോപന്മാര് പോവാനായിട്ട് നോക്കുമ്പോ ഒരു വലിയൊരു കാട്ടുതീ അങ്ങോട്ട് പുറപ്പെട്ടു ഓടുന്നു. അതോ അപ്പോഴേക്കും ഒരു കൊടുങ്കാറ്റും വന്നു. കൊടുങ്കാറ്റ് അങ്ങോട്ട് വന്നപ്പോ തീ അങ്ങോട്ട് ഉജ്ജ്വലിക്കാൻ തുടങ്ങി. കാട്ടിലുള്ള വൃക്ഷങ്ങളും പ്രാണികളും ഒക്കെ ഇങ്ങനെ നിശേഷം നശിപ്പിക്കാൻ ശക്തിയുള്ള ആ തീപ്പൊരികള് നാലു ഭാഗത്തും പറപ്പിച്ചുകൊണ്ട് ജ്വാലകളാകുന്ന നാവുകൾ കൊണ്ട് ചരാചരങ്ങളെയും ഗ്രസിക്കുന്ന ആ അതിഭയങ്കരമായ കാട്ടുതീയെ കാട് മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. ആ കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ എന്തായാലും അവരെ രക്ഷിക്കും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.